ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ആദ്യമേ കിട്ടിയിരിക്കുന്നത്. ദി എംപറർ എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. നിങ്ങളുമായിട്ട് നല്ല രീതിയിലൊന്നും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയില്ല ഈ ഒരു പേഴ്സൺ. ഈ ഒരു പേഴ്സൺ കുറച്ച് ദേഷ്യത്തിലായിരിക്കാം നിങ്ങളോട്. ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. എന്തായാലും വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്ന് നോക്കാം. കുറച്ചധികം കാർഡ്സ് വീണിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സ്പ്രെഡ് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഇവിടെ നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയ ഒരു വ്യക്തി ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം ഇതിനു മുൻപ്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് സിറ്റുവേഷനെ അതിജീവിച്ച ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ എംപറർ എനർജിയിൽ ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, അതായത് അവരുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ പാസ്റ്റ് ലൈഫിൽ നേരിട്ട അനുഭവങ്ങൾ തന്നെയാണ്. പാസ്റ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെ, ആരെയൊക്കെ വിശ്വസിക്കണം, ആരെയൊക്കെ വിശ്വസിക്കേണ്ട, ആരെയൊക്കെ എൻ്റെ ലൈഫിൽ കൂടെ കൂട്ടണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു വ്യക്തി ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിയുടെ എനർജി നോക്കുമ്പോൾ ഇപ്പോൾ വളരെയധികം ഒരു ഭയത്തോടു കൂടിയിട്ടാണ് ലൈഫിനെ നോക്കിക്കാണുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു പാസ്റ്റിൽ നേരിട്ട അനുഭവങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഭയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മറ്റാരെയൊക്കെ ഭയക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. കാരണം അവരുടെ ആ ഒരു സങ്കടങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാനില്ല. അവർ ഒറ്റയ്ക്കാണ്. അവർക്ക് എന്തൊക്കെയോ ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ട്രോമ ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളതായിട്ടൊക്കെ തന്നെ കാണുന്നു. എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രയും കാലം അവരുടെ ഗതി തിരിച്ചു വിടാനായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത് തടയുന്നതിന് ഒരുപാട് നെഗറ്റീവ് എനർജീസ് ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. പല വഴിയിലോട്ട് ആ ഒരു വ്യക്തിയെ നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധമില്ലായിരുന്നു ഇത്രയും കാലം, എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ലക്ഷ്യബോധം. ഇപ്പം അതെല്ലാം ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആളുകളെ എല്ലാം ആ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കാണ് ലൈഫിൽ പോകേണ്ടതെന്നും എവിടെയാണ് താൻ എത്തിച്ചേരേണ്ടതെന്നും ഒക്കെയുള്ളത് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണുന്നത്. നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ. ഇവിടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു രീതിയിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല. അത് മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിൽ നിന്നുള്ളൊരു പോസിറ്റീവ് റെസ്പോൺസ് ഇല്ലാത്തതായിരിക്കാം. എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത് കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു പേഴ്സൺ ഡേ ടു ഡേ ലൈഫിൽ നിന്നൊക്കെ മാറി ആ ഒരു വ്യക്തിയെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. കാരണം ആ ഒരു വ്യക്തി പ്രവർത്തിച്ചത് എന്ത്,
എന്നൊക്കെയുള്ള കാര്യങ്ങൾ അല്ലെ പാസ്റ്റിനെ അനലൈസ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു വ്യക്തി ഒറ്റയ്ക്കിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഒന്നിലും ഒരു സന്തോഷം കണ്ടെത്താനായിട്ട് ഈ ഒരു പേഴ്സണിന് കഴിയുന്നില്ല എന്നുള്ളത് കാണുന്നു. മേ ബി ആ ഒരു വ്യക്തി ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒറ്റയ്ക്കിരിക്കാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളും കുറച്ച് ദേഷ്യത്തിലാണ്. ഈ ഒരു പേഴ്സൺ എനർജി നമുക്ക് ആദ്യമേ കിട്ടിയിരുന്നു എംബർ എന്നുള്ള എനർജി. ഇവിടെ നിങ്ങളുടെ എനർജി ഇവിടെ കിട്ടിയിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ബൗണ്ടറീസ് കാണുമായിരിക്കാം, അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസിഷൻ ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നേരിട്ട ആ ഒരു അനുഭവങ്ങൾ തന്നെ നിങ്ങളെയും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളും ഒരു കമ്മ്യൂണിക്കേഷനൊന്നും ഈ ഒരു സമയം ആഗ്രഹിക്കുന്നില്ല, ഈ ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല. കാരണം ആ ഒരു വ്യക്തിയും തനിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊരു ആക്ഷൻ എടുത്ത് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ ഒന്നും കഴിയാത്ത ഒരവസ്ഥയാണ്. നിങ്ങൾ വളരെയധികം മാനസിക മുറിവുകൾ ഏറ്റിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലോ എന്ന് വരെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. കാരണം അത്രയധികം തകർന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾ അത്രയധികം അനുഭവങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇതിനോടകം തന്നെ. നിങ്ങളിപ്പോൾ വളരെയധികം സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ വളരെയധികം ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലാണ്. അപ്പോൾ പാസ്റ്റിൽ നേരിട്ട അനുഭവങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ. അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ആ ഒരു വ്യക്തി നിങ്ങളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ആരോടും തൻ്റെ സങ്കടങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് കാണുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. വളരെയധികം നെഗറ്റീവ് എനർജി. നെക്സ്റ്റ് കാർഡും അത് തന്നെ. ആ ഒരു വ്യക്തി വളരെയധികം സങ്കടപ്പെടുന്നു. അതായത് രാത്രിയിൽ ആ ഒരു വ്യക്തിക്ക് ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായ പാസ്റ്റ് അനുഭവങ്ങൾ തന്നെ ആ ഒരു വ്യക്തിയെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കാം. ഒരു ദുസ്വപ്നം പോലെ ആ ഒരു വ്യക്തിയെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. അപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു വ്യക്തി വളരെയധികം ഡിപ്രസ്ഡ് ആണെന്നാണ് കാണുന്നത്. അവർക്ക് മൈൻഡിൽ ഒട്ടും ഹാപ്പി അല്ല. അവരുടെ മൈൻഡ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഭയങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിൽ കഴിയുന്നത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം സങ്കടം ഉണ്ടാക്കുന്നു. അപ്പം ഒരു പൂർണ്ണമായിട്ടൊരു ഡിസിഷനിലേക്കൊന്നും എത്തിച്ചേരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ മൈൻഡിൽ ഇപ്പോഴും കൺഫ്യൂഷൻസ് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിസിഷനിലേക്കൊന്നും എത്തിച്ചേരാനായിട്ട് കഴിയുന്നില്ല. യൂണിവേഴ്സിൻ്റെ ഗൈഡൻസും കൂടി നോക്കാം. ഇവിടെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് പറയുമ്പോൾ അതായത് നിങ്ങൾക്ക് വർക്ക് ആവില്ലെന്ന് തോന്നുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അതായത് ഇനി ഫ്യൂച്ചറിൽ ഇതിനൊരു ഹോപ്പും ഇല്ലെന്ന് നിങ്ങളുടെ മൈൻഡ് പറയുന്നുണ്ടെങ്കിൽ, അതായത്
ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇനി ഹോപ്പില്ല, ഇതിൽ നിൽക്കണ്ട എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് വർക്ക് ആവാത്ത ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകൂ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ ആ പാസ്റ്റിനെ ഉൾക്കൊണ്ട് നിങ്ങൾ പുതിയൊരാളായി മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പുതിയൊരാളായി മാറണമെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൻ്റെ ഡയറക്ഷനിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജി നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു ഡിപ്രഷൻ മൈൻഡിലായിരിക്കാം. അതുപോലെ തന്നെ ലൈഫിൻ്റെ കൺഫ്യൂഷൻസ് എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കണം. കാരണം നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനോ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു പൂർണ്ണമായിട്ടൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു പാസിൽ തന്നെ സ്റ്റക്ക് ആവാതെ നിങ്ങൾ ഫ്യൂച്ചറിനെ കൂടി ഒന്ന് വിലയിരുത്തുക, അല്ലെ ഫ്യൂച്ചറിനെ കൂടി ഒന്ന് കാണുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യുക, ആ ഒരു എൻഡ് റിസൾട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ഈ ഒരു സമയം കൊണ്ടുവരേണ്ടത്.